ഇറാനിൽ 7-ാം ദിവസവും അതിശക്തമായ ആക്രമണം തുടർന്ന US സിറിക്, ബന്ദർ അബ്ബാസ്, ബുഷേഹർ മേഖലകളിലാണ് ആക്രമണം നടന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് 7-ാം ദിവസവും ആക്രമണം തുടരുന്നത്. ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും US സെൻട്രൽ കമാൻഡ് ശക്തമാക്കി. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഈ യുദ്ധം അതിങ്ങനെ തുടരുകയാണ്. ഇടയ്ക്കൊരു സമാധാന ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് പാളുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ ഒരുപാട് നീക്കങ്ങളും ഒക്കെ വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള വശങ്ങൾ അത് വിശദീകരിക്കാമോ? പ്രജിത്ത്, തീർച്ചയായും ആക്രമണങ്ങൾ അതിശക്തമാക്കിയിരിക്കുകയാണ് US എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി 7 ദിവസം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ദർ അബ്ബാസ്, അതുപോലെ തന്നെ സിറിക് തുടങ്ങിയ നഗരങ്ങളെല്ലാം. ബന്ദർ അബ്ബാസിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ ഹോർമൂസിൽ ഇറാൻ തടസ്സമുണ്ടാക്കുന്ന മേഖലകളിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ആ പോർട്ടുകളിലേക്ക് വരുന്ന കപ്പലുകൾ തടയുന്നതിനുള്ള നീക്കങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. 4ഓളം കപ്പലുകൾ തിരിച്ചയച്ചുവെന്നും അതുപോലെ തന്നെ 2 കപ്പലുകൾക്ക് നേരെ നടപടി സ്വീകരിച്ചെന്നും ഒരു കപ്പലിന് നേരെ ആക്രമണം തന്നെ നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും മറ്റൊരു കപ്പലിനെ ബലപ്രയോഗത്തിലൂടെ തിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി എന്ന വിശദീകരണവും US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നിരവധി പാലങ്ങളും അതുപോലെ തന്നെ റോഡുകളും, അതായത് ആക്സസ് തകർക്കുക, അതായത് ഈ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതിനെ ആ മേഖലയിലേക്ക് കാര്യമായി സൈനിക സംവിധാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും അത്തരത്തിലുള്ള സൈനിക സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളൊക്കെ വിന്യസിക്കുന്നതിനുള്ള നീക്കങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി പാലങ്ങളും അതുപോലെ തന്നെ നിർണായകമായ റോഡുകളും എല്ലാം തന്നെ തകർക്കുന്ന നീക്കങ്ങളാണ് പ്രധാനമായും US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ആക്രമണം തന്നെ ഇക്കാര്യത്തിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു വശത്ത് അതിശക്തമായി ആക്രമണം നടത്തുകയും ഇറാൻ്റെ സൈനിക പ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നതിനുള്ള അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും സമാന രീതിയിൽ തന്നെ IRGCയെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി നമുക്കറിയാം. ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ ചാബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട ഭാരതം ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാമാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഐസൻ? പ്രജിത്ത്, ഏറ്റവും നിർണായകമായൊരു വിഷയം കൂടിയാണത്. അതായത് നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ചാബഹർ പോർട്ടിന് നേരെയും ഒരു ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോർട്ടിലുണ്ടായിരുന്ന ഒരു പ്രധാന ടവർ തകർന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത്രയും വലിയ നാശനഷ്ടങ്ങൾ ആ പോർട്ടിന് ഉണ്ടായിട്ടില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ 26-നാണ് ഈ പോർട്ടിന് നൽകിയിരുന്നൊരു വേവർ, അതായത് ഇറാനിലെ പോർട്ടുകൾക്കും ഇറാനിലെ എണ്ണക്കടത്തിനും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു ഉപരോധത്തിൽ നിന്നും വേവർ നൽകുകയും സ്വാഭാവികമായും അതിനൊരു സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ വേവർ ഇല്ലാതായ ഒരു പശ്ചാത്തലം കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ട്. പക്ഷേ ആ ഒഴിവാക്കുന്നത്, അതായത് ഇത്തരത്തിലുള്ള ഉപരോധത്തിൻ്റെ പട്ടികയിൽ നിന്നും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ട ഉപരോധത്തിൻ്റെ പട്ടികയിൽ നിന്നും ചാബഹറിനെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വീണ്ടും പുരോഗമിക്കുന്നു എന്നാണ്. അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. ആ ഉപരോധം മാറിക്കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ രൺധീർ ജസ്വാൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പോർട്ട്, അതായത് ചാബഹർ പോർട്ടിൻ്റെ ഭാരതം നിർമ്മിച്ച ടെർമിനലിൽ സാങ്കേതികമായി വലിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭീഷണിയോ ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഭാരതം കൂടി ഇനിഷ്യേറ്റീവ് ചെയ്ത് അല്ലെങ്കിൽ പങ്കെടുത്ത് വികസിപ്പിച്ചെടുത്ത നിർണായകമായ പോർട്ടിൻ്റെ ഒരു സുരക്ഷ കൂടി ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്.